ആരാരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണൊട്ട വണ്ടി. നൂറിൻ്റെ നോട്ടിനും രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെൻ്റെ കൈയും നാടും തളർത്തിയൊരൊട്ട വണ്ടി. ആരാരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണൊട്ട വണ്ടി. ഇത് പാടിയ ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നമ്മുടെ കലഭമണി ചേട്ടൻ. അദ്ദേഹത്തിന് ഒരുപാട് തളർത്താനും ഒതുക്കാനൊക്കെ ശ്രമിച്ച ഒരു മേഖലയാണ് സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമതൊരു ദളിതൻ, പിന്നെ ഒരു താണ ഇടത്തു നിന്ന് കയറി വന്ന ഒരു മനുഷ്യൻ, ഒറ്റയ്ക്ക് കയറി വന്നവൻ ശരിക്കും മണിച്ചേട്ടൻ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ കുറേ ആളുകൾ അവകാശം പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കയറി വന്നവനാടാന്ന്. ഒറ്റയ്ക്ക് കയറി വന്നവരൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും മണിച്ചേട്ടനും അതുപോലെ നമ്മുടെ തിലകൻ സാറും ഒക്കെ നേരത്തെ നമ്മുടെ സിനിമയിലെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അവരൊക്കെ പറഞ്ഞ സ്ഥിതിയിലേക്ക് തന്നെയാണ് ഇന്ന് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വമ്പൻ താരങ്ങളെല്ലാം തകർന്നു വീഴുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. മണിച്ചേട്ടനൊക്കെ ശരിക്കും അത്രയും വലിയ സ്റ്റാറായിട്ടും ഒരു അഹംഭാവോ ജാടയോ ഒന്നും കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഉയർച്ച പലരെയും അസൂയപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ അവരെയൊക്കെ വല്ലാതെ എന്താ പറയുക, ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പല സ്റ്റാറുകളുടെ കൂടെയും അദ്ദേഹം സഹനടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് പോരാണ്ട് നായകനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ എന്ന് പറയേണ്ട ഹിന്ദിയിൽ പോലും ഒക്കെ എത്തി എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വളർച്ചയെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകളുണ്ട്. അദ്ദേഹം ശരിക്കും മരിക്കാൻ തന്നെ കാരണം മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ടായിരിക്കാം, അതെന്തോ ആവട്ടെ. എന്തായാലും അദ്ദേഹമൊക്കെ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ, പിന്നെ തിലകം സാറൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ പിന്നാമ്പുറങ്ങളിലെ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എന്തായാലും നോക്കിയിരിക്കാം പുതിയ വാർത്തകൾക്ക് വേണ്ടി. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പിന്നാലെയല്ലേ. വയനാട് മറന്നു, അർജുനെ മറന്നു, അങ്ങനെ പല കാര്യങ്ങളും മറന്നു. ഇപ്പോൾ എല്ലാവരും സിനിമയുടെ പിന്നാലെയാണ്, സിനിമ വാർത്തകൾക്ക് പിന്നാലെയാണ്. നമ്മുടെ വലിയ വലിയ സ്റ്റാറുകൾ അവർ ചെയ്തു വെച്ച ഓരോ തെമ്മാടിത്തരങ്ങളുടെ കഥകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പം ഇന്ന് ജനം, മാധ്യമങ്ങൾ, ചാനലുകൾ എല്ലാം. യൂട്യൂബിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, ഒരാവശ്യമില്ലാതെ എന്തൊക്കെയോ പടച്ചു വിടുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? ഒരാവശ്യമില്ല. അവനവൻ്റെ ചാനൽ ഉയർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മേശയ്ക്ക് പിന്നാമ്പുറത്തിരുന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടമുണ്ട്. അതായത് ഉള്ളതും ഇല്ലാത്തതൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് യൂട്യൂബർമാരൊക്കെ നല്ല ഒരു റീച്ച് കിട്ടാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ്. അതുപോലെ തന്നെ ചാനലുകാർ ഇപ്പോൾ എല്ലാം ഈ അവിഹിത കഥകൾക്ക് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ പോക്ക്, ഗംഭീരം. കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. വളരെ രസകരമായിട്ടുള്ള കഥകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.